ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനഭാഗം മത്തായി സുവിശേഷം 7-ാം അധ്യായം 21 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഒരു കൊടുങ്കാറ്റ് ഒരു വേലിക്കാട് മുഴുവനിലെ മരങ്ങൾ തകർത്തു. പക്ഷേ അതിനോട് ചേർന്ന് പാറയുടെ മുകളിലുള്ള ഒരു വൃക്ഷം ഉറച്ചു നിന്നിരുന്നു. അതിന്റെ വേരുകൾ പാറയിലേക്ക് കടന്നു പോയിരുന്നു. അതിനാൽ അവൻ കാറ്റിനെ അതിജീവിച്ചു. ഇന്നത്തെ സുവിശേഷം വളരെ വ്യക്തമായി വിശ്വാസവും അനുസരണവും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായി കാണിച്ചു തരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലെ ഈ വാക്യങ്ങൾ നമ്മെ ആത്മീയമായ ഒരു ആഴത്തിലുള്ള ചിന്തയിലേക്ക് നയിക്കുന്നു. ഒന്നാമത്, സത്യവിശ്വാസവും അനുസരണവും. വെറും കർത്താവേ കർത്താവേ എന്ന് പറയുക മാത്രമല്ല, ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുകയും വിശ്വാസത്തെ പ്രാക്ടിക്കലായി ജീവിതത്തിലേക്ക് മാറ്റുകയും ചെയ്യുമ്പോഴാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് പ്രധാനമാവുന്നത്. ഒപ്പം വിശ്വാസം തികച്ചും കൃത്യമായി ഒരു ജീവിത രീതിയായി മാറുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായി മാറും. രണ്ടാമത്, അടിസ്ഥാനത്തിന്റെ പ്രാധാന്യം. പാറമേൽ വീട് പണിയുന്നതിന്റെ ലക്ഷ്യമെന്നത് ദൈവത്തിന്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവരുടെ നിലപാടാണ്. ഈ പാറ, ദൈവത്തിന്റെ വചനം, ക്രിസ്തുവിന്റെ ഉള്ളിൽ സ്ഥാപിക്കപ്പെട്ട ആത്മീയ ജീവിതം എന്നതിന്റെ പ്രതീകമാണ്. അങ്ങനെയെങ്കിൽ മണ്ണിൽ വീട് പണിയുന്നത് അടിസ്ഥാനമില്ലാത്ത സ്വാർത്ഥ ജീവിതവും അനുശാസനങ്ങൾക്ക് അനുസരണമില്ലാത്ത ജീവിതവും പ്രതിനിധാനം ചെയ്യുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രത്യേകമായി ഈ വചനത്തിൽ നിന്നും നമുക്ക് എന്തു പഠിക്കാം? 2 ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ ഇതിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാകും. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് ഉറച്ച അടിത്തറ ഉണ്ടോ ഇല്ലയോ? രണ്ടാമത്, ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളിലും ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് സ്ഥിരതയും രക്ഷയും നൽകുന്നത്. കേൾക്കുന്നതിൽ മാത്രമല്ല, ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുന്നതിലാണ് വിശ്വാസത്തിന്റെ മൂല്യം. അടിത്തറ പാറയാണെങ്കിൽ കാലാവസ്ഥകളെ അതിജീവിക്കുവാൻ കഴിയും. അതുപോലെ ദൈവത്തിൽ ഉറച്ചു നിൽക്കുക, ദൈവവചനത്തിന് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ജീവന്റെ നാശം തടയും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നമ്മെ എല്ലാ വെല്ലുവിളികളും പ്രതിസന്ധികളും അതിജീവിക്കുവാനുള്ള ശക്തിയും സ്ഥിരതയും നൽകുന്നു. വിശ്വാസം കേവലം വചനങ്ങളിൽ നിൽക്കാതെ പ്രവർത്തികളിലൂടെ പ്രകടമാകണം. പാറമേൽ പണിത വീട് പോലെ ദൈവത്തിൽ ഉറച്ച ജീവിതം നയിക്കുമ്പോൾ മാത്രമേ നാം നിത്യരക്ഷ നേടുക ചെയ്യുകയുള്ളൂ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.